കാസർഗോഡ് ആലമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭക്ഷ്യവിഷബാധയെന്ന സംശയം. 25ഓളം കുട്ടികൾ ചികിത്സയിൽ. സ്കൂളിൽ നിന്ന് വിതരണം ചെയ്ത പാലിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്നാണ് സംശയം. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി. അരുൺ, ഈ ആശുപത്രിയിലുള്ള വിദ്യാർത്ഥികളുടെ ആരോഗ്യനില എങ്ങനെ? എപ്പോൾ മുതലാണ് ഇവർക്കൊക്കെ ഈ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടു തുടങ്ങിയത്? ഗോകുൽ, കാസർഗോഡ് നായന്മാർമൂല ആലമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്ന് 3:15 കൂടിയായിരുന്നു ഈ കുട്ടികൾക്ക് പാൽ വിതരണം നടത്തിയത്. LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളുണ്ട്. ഇവർക്ക് 3:15 കൂടി പാല് നൽകിയിരുന്നു. ചില കുട്ടികൾ ആശുപത്രിയിൽ വെച്ച് തന്നെ ഈ സ്കൂളിൽ വെച്ച് തന്നെ പാല് കുടിച്ചിരുന്നു. അതിനുശേഷം ചില കുട്ടികളൊക്കെ തന്നെ ഇത് കുപ്പിയിലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. വൈകുന്നേരത്തോടു കൂടി കുട്ടികൾക്ക് ഛർദിലും മറ്റും രൂക്ഷമാവുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ്. 3 ആശുപത്രികളിലായാണ് കുട്ടികൾ ഇപ്പോൾ ചികിത്സയിലുള്ളത്. കാസർഗോഡ് ജനറൽ ആശുപത്രി, ചൈത്ര ഹോസ്പിറ്റൽ, EK നായനാർ ആശുപത്രി എന്നിങ്ങനെ 3 ആശുപത്രികളിലായാണ്. ഇപ്പോഴും കുട്ടികളുടെ എണ്ണം, അതായത് ആശുപത്രിയിലേക്ക് എത്തുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. 32ഓളം കുട്ടികൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് MLA എന്നെ നെല്ലിക്കുന്ന നമുക്കിപ്പോൾ ചേരുകയാണ്. ഇപ്പോൾ എന്താണ് അവസ്ഥ? ഞാനിപ്പോൾ 1 മണിക്കൂർ മുമ്പാണ് ഇവിടെ വന്നത്. ഞാൻ വരുമ്പോൾ 18 കുട്ടികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു 33 കുട്ടികളായി. അപ്പോൾ ഈ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ മാത്രമല്ല മറ്റ് സ്വകാര്യ ആശുപത്രികളിലും കുട്ടികളുണ്ട്. അപ്പോൾ ഇത് സംഭവിച്ചത് ആലമ്പാടി സ്കൂളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന പാല് കഴിച്ച് കുട്ടികൾക്കാണ് ഈ അസ്വസ്ഥത ഉണ്ടായിട്ടുള്ളത്, ഈ ഛർദി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ രൂക്ഷമായ ഛർദി ഉണ്ടായി. പല കുട്ടികളും അബോധാവസ്ഥയിൽ അല്ല എങ്കിലും അബോധാവസ്ഥയിൽ ആയതുപോലെയാണ് പല കുട്ടികളും ഇവിടത്തേക്ക് എത്തിച്ചത്. ഇപ്പോൾ നമുക്ക് ഉത്കണ്ഠപ്പെടാനൊന്നുമില്ല. എങ്കിലും ഈ ഒരു സൊസൈറ്റി വിതരണം ചെയ്യുന്ന പാലിൽ, അതും ഒരു സ്കൂളിലേക്ക് വിതരണം ചെയ്യുന്ന പാല് കഴിച്ച് കുട്ടികൾക്ക് ഈ ഒരു ദുരനുഭവം ഉണ്ടായി എന്നത് ഗൗരവപൂർവ്വം കണക്കിലെടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ ചില കുട്ടികൾ ഈ സ്മെല്ലുള്ളത് കൊണ്ട് പാല് കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ചില കുട്ടികൾ കുപ്പിയിലാക്കി വീടുകളിലേക്ക് പാല് കൊണ്ടുപോയിട്ടുണ്ട്. അത് ട്രേസ് ചെയ്യണം. ആ പാല് ട്രേസ് ചെയ്ത് അത് കണ്ടെത്തി അപ്പോൾ എന്താണ് യഥാർത്ഥ കാരണമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പാളാണ് അതിൽ മുൻകൈ എടുക്കേണ്ടത്. പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, DYSPയോട് പറഞ്ഞിട്ടുണ്ട്. DSP അത് ഉടൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇത് ഗുരുതരമായൊരു വീഴ്ച തന്നെയാണ്. നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് നൽകുന്ന ഈ പാലിൽ ഇങ്ങനെ പാല് കഴിച്ച് ഇങ്ങനെ കുട്ടികൾക്ക് ഇത് ഇങ്ങനെ ഒരു ദുര്യോഗം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് വളരെ ഈസിയായി എടുക്കേണ്ട കാര്യമല്ല. നമ്മളെ പോലീസും സർക്കാരും വിദ്യാഭ്യാസ വകുപ്പിലെ DDOടും DOടും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഗൂഗിൾ, ഇത് തന്നെയാണ്, കുട്ടികളുടെ എണ്ണം ഇപ്പോൾ വർദ്ധിച്ചു വരുന്നു. 3:15 കൂടി ഈ പാൽ വിതരണം ചെയ്യുന്നു. കുട്ടികൾ അപ്പോൾ രുചി വ്യത്യാസമുണ്ടെന്ന് അധ്യാപികയോട് സൂചിപ്പിച്ചിരുന്നു. ഈ അധ്യാപികയും ഈ പാൽ രുചിച്ചു നോക്കി ചെറിയ പുളിപ്പ് ഈ പാലിന് ഉണ്ടായിരുന്നെന്ന് അധ്യാപികയും സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ആരോഗ്യവകുപ്പ് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ രക്ഷിതാക്കൾ കൂടി നമുക്കിപ്പോൾ ചേരുകയാണ്. എന്തായിരുന്നു ചേട്ടാ സംഭവിച്ചു? എൻ്റെ 3 കുട്ടികളാണ് ആലമ്പാടി സ്കൂളിൽ പഠിക്കുന്നുള്ളത്. ഒന്ന് LKGയിലും, ഒന്ന് 4ാം ക്ലാസ്സിലും, ഒന്ന് 7ാം ക്ലാസ്സിലും. മൂത്ത 2 കുട്ടികൾ പാല് കുടിച്ചിരുന്നില്ല. ചില രുചി വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പാല് കുടിച്ചിട്ടില്ല. ചെറിയ കുട്ടിയാണ് പാല് കുടിച്ചത്. ആ കുട്ടിക്ക് ശാരീരിക അസ്വസ്ഥത വന്നുകൊണ്ട് ഛർദിയാണ്, നല്ലോണം നിർത്താത്ത വൊമിറ്റ് വന്നുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊടുക്കുകയാണ്. ഞാൻ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ആദ്യം കൊണ്ടുവന്നിട്ട് ഞാനാണ്. അതിനുശേഷം പിന്നെ ഒരുപാട് കുട്ടികൾ ഇവിടത്തേക്ക് കൊണ്ടുവരുന്നുണ്ടായി. എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ഏകദേശം സുഖം പ്രാപിച്ചു വരുന്നുണ്ട്. ട്രിപ്പ് കൊടുത്തിട്ട് ഒരു ഇഞ്ചക്ഷൻ കൂടി കൊടുത്തിട്ട് നമുക്ക് ഏകദേശം നോർമലായി. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് കാലൊന്നും നിലത്ത് ഉറക്കാത്തൊരു അവസ്ഥയിലായിരുന്നു കുട്ടി. ഇപ്പം നോർമലായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഗോകുലി, കുട്ടികൾക്ക് ശാരീരിക അവശത ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും കൂടുതൽ കുട്ടികൾ ആശുപത്രിയിലേക്ക് എത്തുന്നു. എത്ര കുട്ടികളാണ് ഈ പാല് കുടിച്ചതെന്ന കാര്യത്തിലൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. 800ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. 3 മണിയോടുകൂടി ഈ പാല് കൊടുക്കുന്നു. ചില കുട്ടികളൊക്കെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ എത്ര കുട്ടികളാണ് ഇനിയും ആശുപത്രിയിലേക്ക് എത്തുമെന്ന കാര്യത്തിലൊരു അവ്യക്തതയുണ്ട്. എന്തായാലും കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഈ ഡോക്ടർമാരുടെ സേവനം ഇപ്പോൾ വിപുലീകരിച്ചിട്ടുണ്ട്. DMO ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് കൂടുതൽ ഡോക്ടർമാരെ ഇങ്ങോട്ടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. കുട്ടികളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, നിലവിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യമില്ല എന്നാണ് ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ MLA ഉൾപ്പെടെയുള്ള ഈ സ്കൂളുകളിലേക്ക് പാലെത്തിക്കുക ഒന്നുകിൽ മിൽമയുടെ സഹകരണ സംഘങ്ങൾ വഴി അല്ലെങ്കിൽ പ്രാദേശിക ക്ഷീര സഹകരണ സംഘങ്ങളിൽ നിന്നൊക്കെയാണ് സാധാരണ ഈ പാല് വാങ്ങുക. അല്ലെങ്കിൽ പാക്കറ്റ് പാലൊന്നും അല്ല സാധാരണ വാങ്ങാറ്. ഇത് എവിടെ നിന്നാണ് ഈ പാല് വാങ്ങുകയെന്നോ അല്ലെങ്കിൽ സ്ഥിരമായി പാലെത്തിക്കുന്നിടത്തു നിന്നല്ലേ? ഇതൊക്കെ ഒരുപക്ഷെ PTA കൂടി അറിയാവുന്ന കാര്യമല്ലേ? രക്ഷിതാക്കൾക്ക് അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ?
ഗോകുലി, രക്ഷിതാക്കളുമായി നമ്മൾ സംസാരിച്ചിരുന്നു, ഒപ്പം സ്കൂൾ അധികൃതരുമായി സംസാരിച്ചിരുന്നു, ടീച്ചർമാർ ഉൾപ്പെടെയുള്ളവരായി സംസാരിച്ചിരുന്നു. അവർ കുറേ വർഷങ്ങളായി അടുത്തുള്ള ഒരു സൊസൈറ്റിയിൽ നിന്നാണ് പാല് വാങ്ങുന്നത്. ഇതുവരെയും അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ അധ്യാപിക ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് സൂചിപ്പിച്ചത്. ഇത് ആദ്യമായാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യമുണ്ടായത്, ഇത്തരത്തിലൊരു അപകടമുണ്ടായത് എന്നതിനെക്കുറിച്ചൊരു പരിശോധന നടത്തണമെന്ന് സ്കൂൾ അധികൃതരും പറയുന്നുണ്ട്. എന്തായാലും പാലിൽ നിന്നാണ് ഈ വിഷാംശം കുട്ടികളുടെ ഉള്ളിലേക്ക് ചെന്നതെന്ന സംശയമാണിപ്പോൾ ബലപ്പെടുന്നത്. ഗോകുൽ, കാസർഗോഡാണ് സ്കൂളിൽ ആലമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധ. 25ഓളം കുട്ടികളാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സ്കൂളിൽ നിന്ന് വിതരണം ചെയ്ത പാലിൽ നിന്നാണ് ഈ ഭക്ഷ്യവിഷബാധയേറ്റതെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. ഏതായാലും നിരവധി കുട്ടികൾ അത് ഗുരുതരമായ അല്ലെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളോടുകൂടിയാണ് ആശുപത്രിയിലേക്ക് ഛർദിയുമൊക്കെ എത്തിയത്. ഇപ്പോൾ പലരും സുഖം പ്രാപിച്ചു വരുന്നു. അപ്പോഴും ഒരു വശത്ത് കൂടുതൽ കുട്ടികളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു എന്ന വിവരം കൂടിയാണ് അരുൺ പാറക്കൽ പങ്കുവച്ചത്.